എന്താണ് ഈ ചൂരൽമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടന്ന ദുരന്തം. അവിടെ ദുരന്തം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുക എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ മതവിശ്വാസികൾ അവിടേക്ക് ഓടിയെത്തുന്നു, അവിടേക്ക് പ്രവർത്തനങ്ങൾ നടത്തുന്നു, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നു. അവിടെ പിന്നെ ചെളിയിൽ നിന്നും ജീവനുള്ളതും ഇല്ലാത്തതുമായ ആളുകളെ പുറത്തേക്ക് എടുക്കുന്നു. ആ സ്വാഭാവികമായി സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നു. അപ്പോ മറ്റൊരു സ്വാഭാവികതയാണ് എന്ത്, ഇവർ വിടുന്നിട്ട് യൂട്യൂബിലൂടെ കുറെ പിന്നെ ആവശ്യമില്ലാത്ത വർത്താനം പറയാന്നുള്ളതും അതിന്റെ ഒരു സ്വാഭാവികത തന്നെയാണ്. അപ്പൊ ആ സ്വാഭാവികതയിൽ ഇദ്ദേഹം പറയുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദുരന്തങ്ങൾക്ക് ഇരയാകുന്നവർക്ക് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ചാരിറ്റി സംഘടനകളോ നേരിട്ട് സഹായം നൽകുക എന്നത് പ്രായോഗികമല്ല എന്നത് മാത്രമല്ല, അതിൽ മനഃശാസ്ത്രപരമായി വലിയൊരു പ്രശ്നം കൂടി അന്തർഭവിച്ചിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾക്ക് ഇരയാകുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എല്ലാ തരം ആളുകളും ഉണ്ടാവും. വളരെ പാവപ്പെട്ട ആളുകളുണ്ടാവും, സാധാരണക്കാരായ ആളുകളുണ്ടാവും, ഇടത്തരക്കാരായ ആളുകളുണ്ടാവും, ചിലപ്പോൾ സമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും വരുന്ന നഷ്ടത്തിൻ്റെ അളവിലും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഓരോ മനുഷ്യരും ആത്മബോധവും ആത്മാഭിമാനവുമുള്ള വ്യക്തികളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആത്മാഭിമാനമുള്ള വ്യക്തികൾക്കാണ് ഈ ദുരന്തങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നത്. നമുക്കൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മളും നാളെ ഇതുപോലെ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയാവാം. അങ്ങനെ നമുക്ക് വീടും മറ്റുള്ളതെല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ, നമുക്ക് നേരിട്ട് പരിചയമുള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ള വ്യക്തികൾ നേരിട്ട് സഹായവുമായിട്ട് വരികയാണെങ്കിൽ ആ സഹായം സ്വീകരിക്കുന്നത് ആത്മാഭിമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടാക്കും. കാരണം അങ്ങനെ നേരിട്ട് പരിചയമുള്ള ഒരാൾ വ്യക്തിപരമായി നൽകുന്ന ഒരു സഹായം സ്വീകരിക്കുമ്പോൾ അത് അയാളുടെ, ഞാൻ ഇടയിൽ ഇടപെട്ട് പറയാണ്, എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ വേണം. ഏത് സന്ദർഭത്തിലാണെന്നും കൂടി അതിന്റെ തൊട്ടു ബാക്കി തന്നെ അതിന്റെ സന്ദർഭം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലാർക്കും സംശയമൊന്നും വേണ്ട എന്നുള്ള നിലക്ക് കൃത്യമായി ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങേയറ്റം വലിയ അപകടത്തിൽ ഒരു പിന്നെ ഉറങ്ങാൻ കിടന്നിരുന്ന തൊട്ട് പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളടക്കം പ്ലാൻ ചെയ്ത് ഉറങ്ങാൻ കിടന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ അവരുടെ വീടടക്കം ഒലിച്ചുപോയി പിന്നെ വളരെ ദൂരെയുള്ള കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പുഴയിലും അതുപോലെ തന്നെ ചളിയിലും എല്ലാം അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന, പിന്നെ പറ്റുന്നവരൊക്കെ കയ്യിലുള്ളത് എന്താണോ അതുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇയാൾ പറയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം അതെന്തുകൊണ്ട് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ചെയ്യുന്നതിലുള്ള പ്രശ്നം, വാങ്ങുന്നതിലുള്ള പ്രശ്നമൊക്കെ വളരെ താത്വികമായിട്ട് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് വളരെ ഇസ്ത്രീയിട്ട ഭാഷയിലാണ് ഇവര് ഇത്തരത്തിലുള്ള അനാവശ്യങ്ങൾ സംസാരിക്കുക, ഔദാര്യമായിട്ടാണ് മാറുന്നത്. നേരെ മറിച്ച് നമ്മുടേതായ ഒരു സംവിധാനം എന്ന നിലക്ക് നമ്മൾ മൊത്തം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും നികുതി പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ സംഭാവന നൽകിയിട്ടോ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് വേണ്ടി തന്നെ സഹായം ലഭിക്കുന്നതിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം. അത്തരം ഒരു സംവിധാനത്തിലൂടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അതൊരു ഔദാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുക. മറിച്ച് അത് നമ്മുടെ അവകാശമാണ്, നമുക്ക് കൂടെ പങ്കുള്ള നമ്മുടേതായ ഒരു സംവിധാനത്തിലൂടെ നാം സ്വീകരിക്കുന്ന നമ്മുടെ അവകാശമായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. ഈ അവകാശമായിട്ട് ഫീൽ ചെയ്യുന്നതും മറ്റുള്ളവരുടെ ഔദാര്യമായിട്ട് സഹായം പറ്റുന്നതും തമ്മിൽ മനഃശാസ്ത്രപരമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ദുരന്തങ്ങൾ നേരിടുന്ന ആളുകൾക്ക് നേരിട്ട് പോയിട്ട് വ്യക്തികളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളോ നേരിട്ട് സഹായം എത്തിക്കുക അല്ല വേണ്ടത്. മറിച്ച് സഹായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു പൊതു സംവിധാനത്തിലേക്ക് സഹായം നൽകുകയും ആ പൊതു സംവിധാനം ഇതിനാവശ്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയുമാണ് വേണ്ടത്. കാരണം ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് സ്വയം ഞാൻ മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കേണ്ടി വന്നുവല്ലോ എന്ന അപകർഷതാബോധം പേറേണ്ട ഒരവസ്ഥ ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഈ സഹായം നേരിട്ട് കൊടുക്കുന്ന ആളുകൾക്കോ എൻ്റെ ഔദാര്യം കൊണ്ടാണ്, എൻ്റെ സഹായം കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എന്ന ഉത്കർഷബോധവും ആധിപത്യബോധവും സ്വാഭാവികമായിട്ടും വരും. ഇത് രണ്ടും ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമല്ല, മനഃശാസ്ത്രപരമായി അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് പൊതു സംവിധാനത്തിലൂടെയാണ് ഇത്തരം സംവിധാനങ്ങൾ നടപ്പിലാക്കേണ്ടത്, അല്ലാതെ വ്യക്തികൾ നേരിട്ട് സഹായം നൽകുക എന്നതല്ല. ആ പൊതു സംവിധാനത്തിന് എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ, ലൂപ്പ് ഹോളുകൾ ഉണ്ടെങ്കിൽ, അതിലൂടെ അഴിമതിയോ അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകളെ ഇല്ലാതാക്കി അതിനെ കാര്യക്ഷമമാക്കുക എന്നതും നമ്മുടെ ബാധ്യതയാണ്. കാരണം അത് നമ്മുടെ സംവിധാനമാണ്, അല്ലാതെ. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ കാണിക്കുന്നില്ല. അപ്പം ഇത്രയേറെ വിശദീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ അല്ലെങ്കിൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ സംഘടനകളായിട്ടോ പോയിട്ട് സഹായിക്കരുത്, അല്ലെങ്കിൽ അതല്ല വേണ്ടത്, സഹായിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യല്ല വേണ്ടത് എന്ന് വിശദീകരിക്കാനാണ്. അപ്പം ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൊതു സംവിധാനത്തെ കുറിച്ച് പറഞ്ഞു. തീർച്ചയായും പൊതു സംവിധാനം വേണം, പൊതു സംവിധാനങ്ങൾ കാര്യക്ഷമമാകണം, അതിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇതൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കുമുള്ള
സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരോടുള്ള പ്രതിബദ്ധത, അതിനൊന്നും ഒരാവശ്യമില്ല. വ്യക്തിപരമായി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു കൺസേണും ആവശ്യമില്ല. ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി, സിസ്റ്റം നന്നാവുക, സിസ്റ്റം നന്നാവുക എന്നുള്ളത്. തീർച്ചയായും സിസ്റ്റം നന്നാവണം, സിസ്റ്റം ഏറ്റവും കാര്യക്ഷമമാവണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷെ അതിന്റെ മറവിൽ അല്ലെങ്കിൽ അത് വിശദീകരിച്ചുകൊണ്ട്, അത് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇവിടെ അല്ലെങ്കിൽ ഈ ഇത്തരക്കാരായ ആളുകൾ, നേരത്തെ ചാരിറ്റി എന്ന ആശയത്തിന് തന്നെ ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞ ആളും അതുപോലെയുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഈ ഞാനീ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കേണ്ടതില്ല എന്ന് താത്വികമായി വിശദീകരിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.